വാവ്, എന്ത് രസമാണ് ഈ ഒരു സാരിയില്ലേ. ഇതിൻ്റെ ഒരു മെറ്റീരിയലും ഈ ഒരു കളർ കോമ്പിനേഷൻ, അതിൻ്റെ ആ ഒരു പ്രിൻറ്റും എന്തൊരു രസമാണെന്ന് അറിയാം. ഇത് കൈ കിട്ടിയപ്പോൾ മുതൽ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ക്യാമറയിൽ എത്ര കണ്ട് മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല കേട്ടോ. നേരിട്ട് കാണാൻ അത്രയും പൊള്ളി ലുക്കാണ് ഈ ഒരു സാരി. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ പറയാൻ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ, ബോഡി ഹഗ്ഗായിട്ട് കിടക്കുന്ന സൂപ്പറായിട്ടുള്ളൊരു മെറ്റീരിയൽ ഉണ്ടാകും. അപ്പം ഈ സാരീൻ്റെ അവസാനത്തെ ദിവസമാണ്, അതായത് നമ്മൾ ഈ സാരി വെട്ടിക്കൂട്ടിയിട്ട് ഒരു ഡ്രസ്സ് ചെയ്യാൻ പോകണ്ട. ഞാനൊരു ഫുൾ ലെങ്ത് ഗൗണാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ലെയർ കട്ടിൽ വരുന്ന അടിപൊളി ഒരു ഗൗണാണ് ഞാൻ ഇതുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വേഗം ഇതിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് സ്ലീവാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഏത് മോഡൽ ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് സ്ലീവാണ് കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഫുൾ സ്ലീവിൽ ചെറിയൊരു പഫ് സ്ലീവ് വരുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ഞാനിതാ ഇതുപോലെ അറഞ്ചം പറഞ്ചം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം തന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. സ്ലീവ് തന്നെയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് തയ്ച്ചെടുത്തിട്ടുള്ളത്. തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോരോ പാർട്ടായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇട്ട് നോക്കുക, ഓക്കെ ആണോ നോക്കുക, കംഫർട്ടാണോ നോക്കുക. അതൊക്കെ നമ്മളെ ഹോബിയിൽ വിട്ടതാണല്ലോ. പിന്നെ യോക്ക് പോർഷൻ ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്തിട്ടുള്ളത്, പ്ലെയിൻ ആക്കിയിട്ട് കൊടുത്തിട്ടില്ല. അതായത് നമ്മൾ ചെസ്റ്റിൻ്റെ ആ ഒരു ബസ്റ്റിൻ്റെ ഭാഗം വരുന്ന അവിടെ ചെറിയൊരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഹൈലൈറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്ക് ഉണ്ടാവും. പിന്നെ ചൂടുകാലല്ലേ, ഇടയ്ക്കൊന്ന് വെള്ളം നനച്ച് കൊടുക്കാനൊന്നും മറക്കരുതിട്ടാ. ഞാനൊരു ലൈമൊക്കെ കുടിച്ചിട്ട് വീണ്ടും പണി തുടങ്ങി. ഏതായാലും തീർന്നപ്പത്തിന് ഏകദേശം ഈവനിങ് ആയിട്ടോ. യോക്കിൻ്റെ പോർഷനും താഴേക്കുള്ള പോർഷനൊക്കെ ഇതുപോലെ ഞാനിങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം രാത്രിയായപ്പോൾ പിന്നെ നമ്മൾ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒന്നും സെറ്റ് ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഔട്ട്കം കണ്ടപ്പോൾ ഇല്ലേ, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി. പഠിച്ചോനെ, ഇത് ഇത്രയും ഭംഗിയായിട്ട് കിട്ടിയോന്ന്. അപ്പോൾ എന്തായാലും അയണിങ്ങും കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഇട്ട് നോക്കി. രാത്രിയാണെങ്കിലും കുഴപ്പമില്ല, ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. വീട്ടിൽ നല്ല നല്ല സാരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളമ്മമാരൊക്കെ കൊണ്ടുപോയിട്ട് അരി ഉണക്കാൻ കൊണ്ടുപോകില്ലേ, അങ്ങനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇതുമാതിരിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്കി, എന്ത് രസമായി. യോക്ക് പോർഷനൊക്കെ അടിപൊളിയായിട്ടില്ലേ, നല്ല ഹൈലൈറ്റ് ആയിട്ടില്ലേ. അപ്പം എന്തായാലും ഞാൻ പകലെടുത്ത വീഡിയോസ് ഒന്ന് കാണിക്കട്ടെ, കണ്ടു നോക്കുന്നു. എന്ത് ഭംഗിയുണ്ട് കാണാൻ. സത്യം പറഞ്ഞാൽ ആ ഒരു കാറ്റും കൂടെ വീശിട്ട് ശരിക്കും എൻ്റെ ആ ഒരു വിഷ്വൽ സൂപ്പറായില്ലേ. നല്ല രസമല്ലേ കാണാൻ. അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ ഇപ്പോഴല്ലേ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്ത് രസമാണ്. 4 ലെയറാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നി ഇച്ചിരിയോട് ലെങ്ത്ത് കൂട്ടായിരുന്നു എന്ന് തോന്നി. പിന്നെ നമുക്ക് തട്ടി തടയാൻ നടക്കാൻ ഈ ഒരു ലെങ്ത്താണ് കംഫർട്ട്. അപ്പോളേ പഴയ സാരിയാണ്, ഉടുത്തും അടുത്തതാണെന്നൊക്കെ വിചാരിച്ച് അരി ഉണക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പേ ഒന്നും കൂടെ ചിന്തിക്കുക, ഇതുകൊണ്ട് ഇതിലേറെ ഭംഗിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. ഇനി ആരും ചെയ്തു തരാനില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, എനിക്ക് കൊറിയർ ചെയ്തോ നേരിട്ട്. ഞാൻ തിരിച്ച് നിങ്ങൾക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് അതുപോലെ കൊറിയർ ചെയ്ത് തരാം. അപ്പോൾ വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ DM ആക്കട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.